നവകേരള സർവേ റദ്ദാക്കിയതിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ സുപ്രീം കോടതി ചൊവ്വാഴ്ചയാണ് പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഹൈക്കോടതിയിലെ ഹർജിക്കാരുടെ തടസ്സ ഹർജിയും ഒപ്പം പരിഗണിക്കും. കെ സജീഷ് വിവരങ്ങളുമായി. സജീഷ്, ഈ നവകേരള സർവേ റദ്ദാക്കുന്നത് സർവേ അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ്. ഈ തടസ്സ ഹർജി അപ്പീൽ പരിഗണിക്കാനിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. 22-ാം തീയതി സർവേ ടൈം അവസാനിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അപ്പീലിൽ സർക്കാർ പ്രധാനമായും വാദിക്കുന്നത്? എങ്ങനെയെങ്കിലും ഇതിൽ കോടതിയുടെ ഒരു പിന്തുണ നേടുക എന്ന അവസാന ശ്രമം അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തിരിച്ചടിയായിരുന്നു നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി. ഈ വിധി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുന്നിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെയും വിലയിരുത്തപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അതിവേഗം ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ സർക്കാർ നീക്കം നടത്തിയത്. ഈ ഹർജിയാണ് ചൊവ്വാഴ്ച പരിഗണിക്കുക. പ്രധാനമായും ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധി സർക്കാരിൻ്റെ ഭരണപരമായ അവകാശങ്ങൾക്കുമേലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ്. സർക്കാരിന് എല്ലാ തരത്തിലും അധികാരമുണ്ട് ഇത്തരത്തിലൊരു സർവേ നടത്താൻ. ക്യാബിനറ്റ് അനുമതിയോടുകൂടിയാണ് ഇത്തരം സർവേ നടത്തിയത്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധി നടപ്പിലാക്കിയതെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഹർജിയിന്മേലാണ് ഇപ്പോൾ ചൊവ്വാഴ്ച വാദം കേൾക്കാൻ സുപ്രീം കോടതി ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഈ തടസ്സ ഹർജിയിൽ ഉണ്ടായിട്ടുണ്ട്. തടസ്സ ഹർജി നൽകിയത് KSU സംസ്ഥാന പ്രസിഡന്റ് ആലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഈ ആളുകൾ തന്നെയാണ് ഹൈക്കോടതിയിലും സർക്കാരിനെതിരായ വിധി നേടിയെടുത്തത്. ഏതായാലും തടസ്സ ഹർജിയിൽ പറഞ്ഞത് തങ്ങളുടെ വാദം കേട്ട് മാത്രമേ ഇത്തരത്തിൽ ഒരു അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കാവൂ എന്നതാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ നീക്കമായിട്ട് അതൊരു ഭരണപരമായ നീക്കമായിട്ടാണ്. പക്ഷേ തങ്ങളുടെ വിലയിരുത്തൽ അത് രാഷ്ട്രീയ നീക്കം മാത്രമാണ്. നികുതി പണം ഉപയോഗിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ രാഷ്ട്രീയ നീക്കം മാത്രമാണ് ഈ സർവേ എന്നാണ് ഈ തടസ്സ ഹർജിയിലൂടെയും ഈ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ രണ്ട് വാദങ്ങളും ചൊവ്വാഴ്ച സുപ്രീം കോടതി കേൾക്കും. പ്രധാനമായും സംസ്ഥാന സർക്കാർ ഇതൊരു സർക്കാരിൻ്റെ അവകാശമാണ്. ഭരണപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു സർവേ നടത്തിയത്. ഇതിൽ ക്യാബിനറ്റിൻ്റെ അനുമതിയുണ്ട്. അത്തരം അനുമതിയില്ല എന്ന വാദങ്ങളെല്ലാം തന്നെ തെറ്റാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശരി, കെ സജീഷാണ് വിവരങ്ങൾ നൽകിയത്.